സ്വർഗാരോഹണ തിരുനാൾ. യേശു തൻ്റെ പരസ്യജീവിതത്തിനും പീഡാനുഭവത്തിനും ഉത്ഥാനത്തിനും ശേഷം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് സ്വർഗാരോഹണ തിരുനാൾ. 40-ാം ദിവസമാണ് യേശു സ്വർഗത്തിലേക്ക് ശിഷ്യന്മാർ നോക്കി നിൽക്കെ ആരോഹണം ചെയ്യപ്പെടുന്നത്. സ്വർഗത്തിലേക്ക് പോകുന്നത് പോലെ തന്നെ ഒരു ദിവസം തിരിച്ചു വരും എന്നുള്ള വാഗ്ദാനവും കർത്താവ് ദൂതന്മാരിലൂടെ നടത്തുന്നുണ്ട്. എന്നാൽ തൻ്റെ രണ്ടാം വരവിന് മുമ്പായി എപ്രകാരമാണ് ശിഷ്യന്മാർ വർത്തിക്കേണ്ടതെന്ന് കൃത്യമായി കർത്താവ് അവരോട് പറഞ്ഞുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നത്. അങ്ങനെ കർത്താവ് പറയുന്ന 2 കാര്യങ്ങളാണ് ഇന്നത്തെ 1-ാം വായനയിൽ നാം കാണുന്നത്. ഒന്നാമത്തെ കാര്യം, കർത്താവ് ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് നൽകുന്ന ഉപദേശമാണ്. ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതുവരെ ജെറുസലേം വിട്ട് പുറത്തു പോകരുതെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. അതിനുശേഷം മാത്രമേ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ആത്മാവിനെ ലഭിക്കുന്നതുവരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാനുള്ള ഉപദേശമാണ് കർത്താവ് അവർക്ക് നൽകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന അവിടുന്ന് ഇസ്രയേലിന് രാജ്യം പുനഃസ്ഥാപിച്ച് നൽകുന്നത് ഇപ്പോഴാണോ എന്ന ചോദ്യമാണ്. ശിഷ്യന്മാരുടെ ഈ ചോദ്യം അവരുടെ പഴയ യഹൂദ ചിന്താഗതിയെ കാണിക്കുന്നുണ്ട്. റോമൻ ഭരണത്തിൽ നിന്ന് ഇസ്രയേലിന് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം യേശു നൽകും എന്നാണ് അവർ കരുതിയിരുന്നത് എന്ന് ഈ ചോദ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ യേശു അവരുടെ ചിന്തയെ തിരുത്തുന്നു. പിതാവ് നിശ്ചയിച്ചിട്ടുള്ള സമയം മനുഷ്യന് അറിയാൻ അവകാശമില്ല എന്നതായിരുന്നു. കൂടാതെ തൻ്റെ രാജ്യം സ്ഥാപിതമാകാൻ പോകുന്നത് ഇസ്രയേൽ എന്ന ചെറിയ ഭൂപ്രദേശത്ത് മാത്രമല്ല, മറിച്ച് ഭൂമിയുടെ അതിർത്തികൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളിലും ആണ്. അതൊരു ആത്മീയ സാമ്രാജ്യവുമായിരിക്കുമെന്ന് തൻ്റെ വചനങ്ങളിൽ കർത്താവ് വ്യക്തമാക്കുന്നു. ആ രാജ്യം സ്ഥാപിക്കപ്പെടാൻ പോകുന്നത് ശിഷ്യന്മാർ കരുതുന്നത് പോലെ ആയിരുന്നില്ല. ആത്മാവിനാൽ ശക്തിപ്പെട്ട് കഴിയുമ്പോൾ ആ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തൻ്റെ ശിഷ്യന്മാരായ അവർ തന്നെ ആയിരിക്കുമെന്ന് കർത്താവ് അവരെ അറിയിക്കുന്നു. അതിനുള്ള ധൈര്യവും ശക്തിയും അവർക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരവോടുകൂടിയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ജെറൂസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും അവർ തനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് ശിഷ്യന്മാരോട് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഈ തിരുനാൾ ഭൂമിയുടെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കണം എന്ന് നമ്മോടുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്ത്യാനികളായിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുമ്പോൾ മാത്രമാണ് കർത്താവിൻ്റെ രാജ്യം ഭൂമിയുടെ അതിർത്തികളിലേക്ക് വ്യാപിക്കുന്നത്. നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നമ്മുടെ ചുറ്റുപാടിലും സമൂഹത്തിലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും അവൻ്റെ രാജ്യം വിസ്തൃതമാക്കാനും നമുക്ക് പരിശ്രമിക്കാം. ആമേൻ.